നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇവിടെ ഒരു 3-4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇവിടെ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കുണ്ടല്ലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇതാണ് മസാല പൊടിക്കാൻ നമുക്ക് വറക്കാമേ. ആദ്യം മല്ലി ഇടാം. ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു, ഇത്രയും മതി. ഇതൊക്കെ മാറ്റാം. എടുക്കാം. ഇവിടെ നിന്ന് തണുക്കട്ടെ. ഇന്ന് തണുത്തിട്ട് നമുക്ക് തണുക്കട്ടെ. ഈ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് മുറിച്ചിടാം. ഇതുപോലെ ഒന്ന് മുറിച്ചിടാം. ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലയും തണുക്കും. എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. വേണ്ട, ചിക്കന് 1 കിലോ ചിക്കനാണ് ഇത്. കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വെച്ചിരിക്കുക. ഉണ്ടോ, 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. ഇതുപോലൊക്കെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട സാധനമൊക്കെ ഇടാം. ആദ്യമേ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് പൊടി വേണമെങ്കിൽ പിന്നിടാം. ആദ്യം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കാവേ. ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് കൂടുതലും കുറവും വേണ്ടിയവർ അതനുസരിച്ച് മുളക് പൊടി ഇടാം. ഇവിടെ വറുത്ത് പൊടിച്ചില്ലായിരുന്നോ, അതങ്ങിടാം. മിക്സിയിലുള്ളതെല്ലാം തട്ടി അങ്ങിടാം. നാരങ്ങാനീര് ഒഴിച്ച്, നാരങ്ങയുടെ കുരുവല്ലോ അതിനകത്ത് അഥവാ വീണെങ്കിൽ അത് പറക്കി കളയണം. നമുക്കിത് കൈ കൊണ്ടൊന്ന് ഇളക്കാമേ. ഇച്ചിരി ഉപ്പ് കുറവാണ്, ഞാനൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇടുവാന്നേ. ഇച്ചിരി കരിയാപ്പില ഇട്ടിടാമേ. നമുക്ക് ഇതൊരു കുക്കറിനകത്തോട്ട് അരിയിടാമേ. അതെല്ലാം നമുക്കൊന്ന് വടിച്ചതിനകത്തോട്ടിടാം. ഇല ഇട്ട് കൊടുക്കാം. ഇത്രയല്ല, 1 സ്പൂണ് കുരുമുളക് ചതച്ചത്, ഇപ്പം ചതച്ചതാണ്. കുരുമുളകും ഇലയെല്ലാം ഇട്ടതല്ലേ.
ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടണം, കാരണം വെള്ളം ഒഴിച്ചില്ലല്ലോ. അത് കഴിയുമ്പോൾ തീ ഒരു ശകലം അങ്ങ് താത്തു വെക്കണം. ഒരു പീസിൽ വന്നാൽ മതി. തണുത്തെ നമുക്ക് തുറന്ന് നോക്കാമേ. വെള്ളം വേണമെങ്കിൽ എടുക്കാം, കറിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത്രയും വെള്ളം, ഒട്ടും വെള്ളം ഒഴിച്ചല്ല, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയതാണേ. ഈ വെള്ളം ഇത്രയും വേണ്ടെങ്കിൽ അടുപ്പേ വെച്ച് ഒന്നുകൂടെ തുറന്ന് വെച്ചിട്ട് പറ്റിച്ചാൽ മതി. അപ്പം വെള്ളം അങ്ങ് പറ്റിയിരിക്കും. നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാമേ. നമുക്ക് വറുത്തൊഴിക്കാമേ. ഇത് വറുത്തൊഴിച്ചല്ലേ, ഇത് അടയ്ക്കാം. നമുക്ക് ഇതിനി ഒരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാമേ.